ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വേഗത്തിൽ പരിശോധിക്കണം. സനോജ് കോട്ടയത്ത് ചേരുകയാണ്. സനോജ്, എന്താണ് സംഭവിച്ചത്? വലിയ അപകടമാണോ ഉണ്ടായിരിക്കുന്നത്? എന്താണ് നടന്നത്? നമ്മൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടേ ഉള്ളൂ. അല്പസമയത്തിനകം നമുക്ക് വിശദമായ വിവരങ്ങൾ നൽകാൻ കോളേജിലെ കാലപ്പഴക്കം ചെന്ന 9-ാം വാർഡാണ് ഇടിഞ്ഞത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവിടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലയിലുണ്ട്. ഈ തൊട്ടടുത്ത് തന്നെ ഒരു മറ്റൊരു അവലോകന യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗം നടക്കുന്ന ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിലാണ് കോട്ടയം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. പഴക്കം ചെന്ന കെട്ടിടമാണ് ഇടിഞ്ഞതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വിവരങ്ങൾ വിശദമായ രീതിയിൽ ഇപ്പോഴും ചികിത്സയൊക്കെ നടക്കുന്ന ആളുകളുള്ള കെട്ടിടമാണോ ഇതിനകത്ത്, അതോ കാലപ്പഴക്കം കൊണ്ട് അത് ഉപയോഗിക്കാതെ കിടക്കുകയായിരുന്നോ? എന്താണ് അവസ്ഥ? പ്രത്യേകിച്ച് വലിയ തിരക്കുള്ള ഒരു 9-ാം വാർഡ് അവിടെയാണ് അതിനൊരു സംഭവം ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും കൂടി കാര്യങ്ങൾ ഇപ്പോൾ നൽകാൻ കഴിയും പ്രതീക്ഷിക്കപ്പെടുന്നത്. അല്പം മുമ്പാണ് ഇത്ര ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ നമ്മൾ ഇവിടേക്ക് എത്തുകയായിരുന്നു. എന്തായാലും മറ്റ് സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. അതായത് വാർഡിന്റെ ഒരു ഭാഗമാണല്ലേ, ആ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു പോയതല്ലേ? തീർച്ചയായിട്ടും ബിൽഡിങ്ങിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു പോയത്. അതിനകത്ത് രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാകുന്ന ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളും നമുക്ക് നൽകാൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോൾ ഈ രോഗികളെ ചികിത്സക്കാർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. കാലപ്പഴക്കത്തിന്റെ കെട്ടിടമാണ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞിട്ടുള്ളത്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞിട്ടുള്ളത്. ദൃശ്യങ്ങൾ കാണാൻ കഴിയും. സമേട്ടാ, കോട്ടയം മെഡിക്കൽ കോളേജിൽ 14-ാം വാർഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. കാലപ്പഴക്കമുള്ള കെട്ടിടമായിരുന്നു. അതിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് പതിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചതെന്നത് ഒരു പൂർണ്ണമായ വ്യക്തതയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. അങ്ങോട്ടേക്ക് സനോജ് അടക്കമുള്ളവർ വളരെ വേഗത്തിൽ പോകുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. 14-ാം വാർഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാലപ്പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു അത്. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത്. ഏതായാലും അവിടെ വളരെ വേഗത്തിൽ നടപടികൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് ഇതാ ഇടിഞ്ഞു കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 14-ാം വാർഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണിരിക്കുന്നു എന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അത് വല്ലാതെ തകർന്നു പോയിരിക്കുന്നു ആ ഭാഗമെന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ പുതിയ കെട്ടിടം അപ്പുറേ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതും മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. അതിന് സമീപത്താണ് ഈ പഴയ കെട്ടിടം ഉണ്ടായിരുന്നു.